ക്ലാക്ക് ക്ലാക്ക് ലീഗ്ലി നസ്രിയ തിരിഞ്ഞു നോക്കി. മെസ്സേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതെ, ഫസ്റ്റ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് ഒക്കെ വന്നിട്ട് കൊള്ളാം. നല്ലൊരു ലവ് സ്റ്റോറി കൊള്ളാം. പുതിയ മുഖങ്ങള്, ഒരു ലവ് സ്റ്റോറി ഡീപ്പായിട്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. സിനിമ നല്ലതായിരുന്നു. ഒരു ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ട് ഉള്ളതുകൊണ്ട് കണ്ടോണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. കാര്യം അതിൽ ആ ഹിറ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. മെസ്സേജ് അല്ല, കുറച്ച് ഡിഫറെൻറ്റ് 2-3 ജേണേഴ്സ് മാറി മാറി വരുന്നുണ്ട്. സോ നൈസാണ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലാസ്റ്റിലോട്ടൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള പിക്ചർ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പുതുമുഖങ്ങൾക്ക് കൂടുതൽ ആകർഷണവും അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയുള്ള നല്ല പിക്ചർ കൊള്ളാം, കുഴപ്പമില്ല. അഭിനേതാക്കളെല്ലാം കൊള്ളായിരുന്നു, സംവിധായകർ കൊള്ളായിരുന്നു. പിന്നെ കുറച്ച് ഇടി അധികം അഭിപ്രായത്തേ ഉള്ളൂ. ഇപ്പോഴത്തെ ജീവിത രീതി അനുസരിച്ചുള്ളതായതുകൊണ്ടേ പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും പഠിച്ച് മനസ്സിലാക്കാനും കൂടെ ഉള്ളതായതുകൊണ്ട് നല്ലത്. നല്ല പടമാണ്. അതായത് ഒരു യൂത്തിന് പറ്റിയ പടമാണ്. നല്ല ഒരു വൈബുള്ള പടം. പിന്നെ കുറേ പുതുമ ഉണ്ട്, ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, പ്രേമത്തിന് പ്രേമം, എല്ലാം പറ്റിയ ഒരു പടം. മെസ്സേജ് മീൻസ് പ്രേമം തന്നെ. അതായത് ലവ് സ്റ്റോറിയാണ്, മൊത്തത്തിൽ ഒരു ലവ് സ്റ്റോറിയാണ്. നല്ല ഒരു തീമാണ് അതിനകത്തുള്ളത്. കണ്ണു നിറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയാം. ഭയങ്കര ഇമോഷൻസ് ഒന്നും ഇല്ല, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നല്ലൊരു പിന്നെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം. ഭയങ്കര ഒരു ത്രില്ലറോ അല്ലെങ്കിൽ ഭയങ്കര ഹൊററോ അങ്ങനെയുള്ളതൊന്നുമല്ല, ഒരു ഫീൽ ഗുഡ് മൂവി. എല്ലാവർക്കും കണക്ട് ആവുന്നത്, നല്ല പ്രത്യേകിച്ച് യൂത്തിനും എല്ലാം കണക്ട് ആവുന്ന ഒരു മൂവിയാണ്. കോമഡിക്ക് കോമഡി ഉണ്ട്, ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, പ്രേമത്തിന് പ്രേമം, എല്ലാം ഉണ്ട്. പടം കൊള്ളാം, കുഴപ്പമില്ല. നല്ല സോങ് ആയിരുന്നു, നല്ല പാട്ടുകളായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് വന്നതൊരു മെസ്സേജാണ്. പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് എന്ന് പറയുമ്പോൾ നമുക്കത് സിനിമയിലൊക്കെ കാണുന്ന പോലെ അതത്ര എളുപ്പമല്ല, അതൊരു പ്രൊസീജിയർ ആണെന്നുള്ളത് ലാസ്റ്റ് ഒരു മെസ്സേജ് കൂടി ഉണ്ട്. കുട്ടികൾക്കുള്ളതല്ല, യൂത്തും പിന്നെ അഡൾട്ട്സും എല്ലാവരും കൂടി പെടുന്ന പടമാണ്. ക്ലാക്ക് ക്ലാക്ക് ലീഗ്ലി നസ്രിയ തിരിഞ്ഞു നോക്കി. അത് കേട്ടപ്പോൾ നസ്രിയ എന്ന് പറഞ്ഞപ്പോൾ അത് ഫീമെയിൽ, അതായത് ഹീറോയിൻ്റെ പേരാണെന്ന് ഊഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനോട് സാമ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സന്ദേശം എന്താണ്? ഇന്റർകാസ്റ്റ് മാരേജിനെ കുറിച്ചും ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുമാണ്. യൂത്ത് കണ്ടു ഇപ്പൊ പിന്നെ കാണേണ്ട കാര്യമില്ലല്ലോ. യൂത്തിനൊരു മെസ്സേജ് ഉണ്ട്, അത്ര തന്നെ. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. കണ്ടിരിക്കാം എന്നുള്ളൊരു സിനിമ.